മുൻപ് തന്നെ ഒരു പയ്യനെ കുറ്റവാളിയാക്കുന്നതുമായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമ സംവിധാന വ്യവസ്ഥ പൊളിച്ചെഴുതപ്പെടുക തന്നെ വേണം. അപ്പോൾ ഇന്ന് 24 ന്യൂസിൽ വന്നൊരു വാർത്ത ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞത് അതെന്താണെന്ന് നമുക്ക് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ബുധനാഴ്ച കോടതി വിധി പറയും. പരാതിക്കാരി ഇന്ന് കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. സോഷ്യൽ മീഡിയ പോസ്റ്റുകളല്ല കോടതിയിൽ വേണ്ടതെന്നും നിയമപരമായ കാര്യങ്ങൾ പറയണമെന്നും കോടതി വിമർശിച്ചു. തന്നെ കൊടുക്കാൻ ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കുന്നുവെന്ന് വേടൻ കോടതിയിൽ അറിയിച്ചു. അതിനിടെ ലൈംഗികാതിക്രമ പരാതിയിൽ വേടനെതിരെ വീണ്ടും കേസെടുത്തുവെന്ന് പരാതിക്കാരി കോടതിയിൽ അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. 354 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, വേടന്റെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ വാദമൊക്കെ പൂർത്തിയായിരിക്കുന്നത്. എന്താണ് ഇന്ന് ഇരു കൂട്ടരും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ? ഏറ്റവും സുപ്രധാനമാണ് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ. ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. അതിന് പിന്നീട് ഇത്തരത്തിൽ ബലാത്സംഗ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്ന് വന്നതാണ്. ഇന്നിപ്പോൾ എന്താണ് കോടതി പറഞ്ഞത്? എന്തായിരുന്നു ഇരു പക്ഷത്തിന്റെയും വാദങ്ങൾ?